മോഹൻ വർഗീസ്, ഇത് ലോകത്തെ നോക്കി തന്നെയാണല്ലോ പ്രധാനമന്ത്രി പറയുന്നത്. ലോക രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ ഏത് രീതിയിലാണ് കണ്ടത്, അവരേത് രീതിയിലാണ് ഇടപെട്ടത് എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യക്ക് പറയാനുള്ളത് സ്പഷ്ടമായിട്ട് പറയും, ഭീകരവാദം പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല, അതിന്റെ അടിവേര് ഇന്ത്യ ഇളക്കുമെന്ന്, അല്ലേ? ശ്രീ മഞ്ജുഷ്, ലോകത്തോടും ഇന്ത്യയിലെ ജനങ്ങളോടും പാകിസ്ഥാനിലെ ഭരണകൂടത്തോടുമായി അല്ലെ സൈന്യത്തോടുമായി ലോകത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് ഇന്ത്യ പറയുകയാണ്, ഞങ്ങളുടെ നയം മാറിയിരിക്കുന്നു. അവിടെയാണ് ഞാൻ കണ്ട ഒരു വ്യത്യസ്തത. ഇതാണ്, നാളിതുവരെ ഞങ്ങളുടെ നയം ഇങ്ങനെയായിരുന്നില്ല. ഇനി മുതൽ an act of terror will be considered as an act of war. അങ്ങനെയെങ്കിൽ ഏതറ്റം വരെ പോകാനും മടിക്കില്ല എന്ന ഉഗ്രമായ പ്രസ്താവനയാണ്. ഇത് മാത്രമല്ല, ഇൻഡിജനൈസേഷൻ ഓഫ് വെപ്പൺസിന്റെ ഒരു സൂചനയാണ്. കമ്പാരിസൺ ബിറ്റ്വീൻ ചൈനീസ് ആർസനൽ ആൻഡ് ഇന്ത്യസ് ന്യൂലി ഡെവലപ്ഡ് വെപ്പൺ, ബ്രഹ്മോസിന്റെ ഉൾപ്പെടെയുള്ള പ്രഹരശേഷി ലോകത്തിന് വ്യക്തമായിരിക്കുന്നു, പാകിസ്ഥാന് വ്യക്തമായിരിക്കുന്നു. ഇത് ഡിസ്പ്ലേ ചെയ്യാൻ കിട്ടിയ അവസരം, ഉർവശി ശാപം ഉപകാരമെന്ന നിലയിലാണ് ഒരുപക്ഷെ ഇന്ത്യ അതിനെ കാണുന്നത്. അതിനെ വ്യംഗ്യമായി പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ കൂടി വരുന്നത് ഇങ്ങനെയാണ്, നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ പ്രഹരശേഷി ലോകത്തിന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ചൈന ഒന്ന് ഞെട്ടും. കാരണം ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ, പ്രത്യേകിച്ച് മിസൈലുകൾ, PL-15 മിസൈലുകൾ ഉൾപ്പെടെ ഇന്ത്യയിൽ പതിക്കാൻ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അനുവദിച്ചില്ല. അപ്പോൾ പ്രഹരശേഷിയിൽ ചൈനയേക്കാൾ മേലെ നിൽക്കുന്നു ഇന്ത്യ എന്ന ഒരു സൂചനയാണ് കാണുന്നത്. അതുകൊണ്ട് നാളുകളിലേക്കുള്ള നയത്തിന് സൂചനയാണ്. സമാധാനമെങ്കിൽ സമാധാനം, യുദ്ധമെങ്കിൽ യുദ്ധം, രണ്ടിനും തയ്യാറാണ് ഭാരതം. ബുദ്ധപൂർണിമ ദിവസമാണ്, സമാധാനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുകയാണ് പ്രധാനമന്ത്രി. ഈ സമാധാനത്തിന്റെ ദിവസം ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പോലും ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ ആഞ്ഞടിക്കും, നിങ്ങൾ 2-2.5 ദിവസം കൊണ്ട് അത് മനസ്സിലായി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ലോകത്തോട് സംസാരിക്കുകയാണ്. ഈ നമുക്ക് നേരത്തെ അറിയാം, അമേരിക്കയ്ക്ക് ഇടപെട്ടു എന്നുള്ള ചർച്ചകൾ വലിയ തോതിൽ പ്രതിപക്ഷമൊക്കെ മുന്നോട്ട് വെക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ലോകത്തോടാണ്, ഞങ്ങളുടെ നിലപാടാണ് എന്ന് അസന്നിഗ്ധമായി ഇടപെടലിനെ കുറിച്ച് പ്രധാനമന്ത്രി സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. നേരത്തെ ചർച്ചകളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്താണ് ഈ വെടിനിർത്തലിന് വേണ്ടി വെച്ച വ്യവസ്ഥകളെന്ന്, അതെല്ലാം ഇന്ത്യ പറഞ്ഞ വ്യവസ്ഥകൾ അതേപടി അംഗീകരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ സമ്മതിച്ചു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കില്ല, ഇനി സൈനികമായ ഒരു നീക്കം ഇന്ത്യക്കെതിരെ ഉണ്ടാവുകയില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥകൾ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് പാകിസ്ഥാൻ വന്നുവല്ലോ. പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റില്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ അവരുടെ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചപ്പോൾ അതും പ്രധാനമന്ത്രി പറയുകയുണ്ടായല്ലോ, വ്യോമത്താവളങ്ങൾ ആക്രമിക്കാൻ നമുക്ക് കഴിഞ്ഞു, അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇന്ത്യൻ സൈന്യം പ്രതികരിച്ചത് എന്ന്. അപ്പോൾ പാകിസ്ഥാന് ആ വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടി വന്നു. അപ്പോൾ ഇന്ത്യ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ എന്താണോ അതാണ് അംഗീകരിക്കപ്പെട്ടത്. അവിടെ ഈ കോൺഗ്രസ് ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ അതെല്ലാം ന്യൂട്രലൈസ് ചെയ്തു പോയിരിക്കുകയാണല്ലോ. ശ്രീ മോഹൻ വർഗീസ്, ശ്രീ മഞ്ജുഷ് ആൻഡ് രഞ്ജിത്ത്, യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് കൂടിയാണ് മറുപടി കൊടുത്തിരിക്കുന്നത് എന്നോർക്കണം. അമേരിക്കയുടെ ഒരു ക്ലെയിമാണ്, ഞങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോസിബിൾ ആണവ യുദ്ധം ഒഴിവാക്കാൻ പ്രവർത്തിച്ചത്, ഞങ്ങളാണ് എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെയും അതുപോലെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെയും മാർക്കോ റൂബിയോയുടെയും ക്ലെയിമാണ് നരേന്ദ്രമോദി പൊളിച്ചടുക്കിയിരിക്കുന്നത്. ഇവിടെ പാകിസ്ഥാന് ലഭിച്ച പ്രഹരം എണ്ണി സൈനികർ പറഞ്ഞതാണ്, DGMO തലത്തിലുള്ള ചർച്ചകളിൽ ഇത് പറഞ്ഞതാണ്. ഇവിടെ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ പാകിസ്ഥാനുമായി ഞങ്ങൾ സംസാരിക്കില്ല എന്ന നിലപാടില്ല, സംസാരിക്കും. പക്ഷേ എന്ത് സംസാരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതായത് പാക് അധിനിവേശ കാശ്മീരിന്റെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും, അതിർത്തി കടന്നു വരുന്ന ഭീകരതയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും, അങ്ങനെയുള്ള വിഷയങ്ങൾ ഞങ്ങളുടെ ടേംസിൽ സംസാരിക്കും. ജലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ആത്യന്തികമായ തീരുമാനമെടുക്കും. അതുകൊണ്ട് കണ്ടീഷണലാണ്. ടോക്സ് ആർ നോട്ട് അൺകണ്ടീഷണൽ, ടോക്സ് ആർ കണ്ടീഷണൽ. അപ്പൊ ഇന്ത്യ ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്ത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇവിടെ അമേരിക്കയെ കുറിച്ച് ഒരു പരാമർശം പോലും ഇന്ത്യ നടത്തിയില്ല. അതിനർത്ഥം എന്താ? അമേരിക്കയുടെ ഇടപെടൽ അവരുടെ ക്ലെയിമായിട്ട് നിന്നോട്ടെ, പക്ഷെ ഇന്ത്യ അതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറല്ല, പ്രതികരണം അർഹിക്കുന്നില്ല എന്ന നിലപാടാണ്. തീർച്ചയായും